പള്ളിയിൽ ഒരു ഹിന്ദു ഭക്തിഗാനം പാടിക്കാമോ? ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ ഭൂമി ഹിന്ദുക്കളുടെ രാജാക്കന്മാരല്ലേ പള്ളി പണിയാൻ കൊടുത്തെന്നൊക്കെ പണ്ടത്തെ കഥ പറയുന്നു. തങ്ങളുടെ പ്രോഗ്രാം നടത്തുവാൻ പള്ളി ഗ്രൗണ്ട് നൽകാമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രോഗ്രാം പങ്കെടുക്കുവാൻ വരുന്നവർക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള പള്ളി ഗ്രൗണ്ട്. ഓക്കെ, കാർ പാർക്ക് ഇത്രയും ആൾക്കാർ വരുമ്പോൾ എന്തുമാത്രം കാറുണ്ടാവും? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. പ്രശ്നം വളരെയധികം ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് നന്ദഗോവിന്ദം എന്ന് പറയുന്ന ഭജന ഗ്രൂപ്പിനെ ഇനി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അവരുടെ പ്രോഗ്രാംസ് ഒന്നും എടുക്കരുത്. അവരുടെ പ്രൊഫഷൻ ഈ ഒരു ഭജനയാണല്ലോ. അതിനകത്ത് വേറെ ആൾക്കാർ തന്നെ അഹങ്കാരം കൂടിയിട്ടാണ് മറിച്ച് കുറേയധികം കാര്യങ്ങൾ. ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ളൊരു കാര്യം ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ ഇട്ടേക്കുന്ന കമൻറ്റ് നമുക്ക് നോക്കാം. അതിനുശേഷം വേറെ കുറച്ച് സംഭവങ്ങളുടെ പുറത്ത് വന്നിട്ടുണ്ട്, അതും കൂടെ നോക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ കുറച്ച് മുമ്പിട്ട വീഡിയോക്കകത്ത് അതിനകത്ത് കുറേ അധികം ആൾക്കാർക്കെങ്കിലും അതിനകത്ത് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ള തരത്തിലേക്കുള്ളൊരു സംഭവങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം, തീർച്ചയായിട്ടും പറയാം, അഭിപ്രായങ്ങൾ പറയാമല്ലോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു കമൻറ്റിലുണ്ട്. ബാക്കിയുള്ളത് പിന്നാലെ നമുക്ക് നോക്കാം. കമൻറ്റ് ഇങ്ങനെയായിരുന്നു: നന്ദഗോവിന്ദം ഭജൻസിനെ വിമർശിച്ച് സംസാരിക്കുന്നവരുടെ അറിവിലേക്കായിട്ട് എൻ്റെ ഈ ഒരു എളിയ കമൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കമൻറ്റ് ഇട്ടേക്കുന്നത്. ജയ വിജയൻ എന്നാണ് അത് കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന പേര്. ഓക്കെ, പ്രോഗ്രാമിന് ഞാനും ഉണ്ടായിരുന്നു, അഥവാ അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇത് പറയുന്നത്. ഉണ്ടായിരുന്നു. വാസ്തവം പൂർണ്ണമായി മനസ്സിലാക്കാതെയാണ് അവരെ വിമർശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവരുടെ പ്രോഗ്രാം അമ്പലത്തിനുള്ളിൽ ആയിരുന്നില്ല. ഈ പറയുന്ന പ്രസ്തുത പ്രോഗ്രാം അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നില്ല നടത്തുന്നത്. അമ്പലത്തിൽ ഇപ്പോൾ ചുറ്റമ്പല നിർമ്മാണമൊക്കെ നടക്കുന്നതിനാൽ സ്ഥലപരിമിതി ഉണ്ട്. അമ്പലത്തിലെ പരിമിതി കാരണം ആ സാഹചര്യം മനസ്സിലാക്കി തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിവക സ്ഥലം അവർക്ക് പ്രോഗ്രാമിനായി നിറഞ്ഞ മനസ്സോടെയും സന്തോഷത്തോടെയും വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. മനസ്സിലാക്കണം. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഈ നന്ദഗോവിന്ദം ഭജൻസിനെ അവരെ വെളുപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ വലിയ ആൾക്കാരെ നിൽക്കുന്നുകൊണ്ട് അവരെ ഇതാക്കുകയൊന്നും അല്ല. വിമർശിക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ നമുക്ക് വിമർശിക്കാം. പക്ഷേ ഇവിടെ നോക്കൂ, ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണം നടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ളൊരു പള്ളിയുടെ പള്ളി കമ്മിറ്റി അവരുടെ സ്ഥലം വളരെ വിശാലമായി ഇത് വിട്ടുകൊടുക്കുകയും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ സ്ഥലത്ത് വന്നിരുന്ന് പാടുക മാത്രമാണ് അവർ ചെയ്തത്. അപ്പോൾ അവർ പാടുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാടുന്നതിൻ്റെ നന്ദി സൂചകമായി അവരുടെ ഒരു വലിയ ഉദാര മനസ്ഥിതി തന്നെ കാണിച്ചതല്ലേ ആ ഒരു പാട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി എന്നുള്ളൊരു കാര്യം. ഇതിപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ സോങ് ആണെന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു എനിക്കറിയത്തില്ല. പല ആൾക്കാർക്കും അതൊരു ഹിന്ദു സോങ് ആണ്. ഇത് പല സ്ഥലങ്ങളിലും വേദികളിലും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് ഇപ്പോഴും. അതിപ്പോൾ ക്രിസ്ത്യൻ ഭക്തിയാണ്, അവർക്ക് വേണ്ടി പാടുന്നു പറഞ്ഞപ്പോഴാണ് ക്രിസ്ത്യൻ ഭക്തിയാണെന്ന് പോലും പലർക്കും മനസ്സിലായതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അമ്പലത്തിലുള്ള ചുറ്റമ്പല നിർമ്മാണമൊക്കെ നടക്കുന്നതിന് ആ സ്ഥലപരിമിതി ഉണ്ട്. ആ സാഹചര്യം മനസ്സിലാക്കി അടുത്ത് തന്നെയുള്ള പള്ളിവക സ്ഥലം അവർക്ക് പ്രോഗ്രാമിനായി നിറഞ്ഞ മനസ്സോടെയും സന്തോഷത്തോടെയും വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഒരു അമ്പലത്തിൻ്റെ പരിപാടിക്ക് ഞങ്ങളുടെ സ്ഥലം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അവർ ചിന്തിച്ചില്ലല്ലോ. അത് ചിന്തിക്കേണ്ട കാര്യമില്ലേ? നിങ്ങൾ എന്തിനാണ് അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർ അവിടെ പരസ്പരം ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കൾക്ക് പാട്ട് പാടാൻ വേണ്ടി ഞങ്ങളുടെ സ്ഥലം വിട്ടുകൊടുത്തെന്നുള്ള കാര്യം അവരാരും ചോദിച്ചോ? എവിടെയെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ കേട്ടോ? അതും കൂടെ ചിന്തിക്കണ്ടേ? പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഇല്ലല്ലോ. ജാതി മത ചിന്തകൾക്കപ്പുറമുള്ള വലിയ മനസ്സല്ലേ അത്. അതിനെ കാണാതെ ഇങ്ങനെ വിമർശിക്കുന്നതല്ലേ തെറ്റ്. അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സ്ഥലം തന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു പാട്ട് പാടണം, ഞങ്ങൾ സ്ഥലം നിന്നോടൊരു പാട്ട് പാടണമെന്ന് അവർ പറയുകയോ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തില്ല. അവരുടെ ആ വലിയ മനസ്സിന് തിരിച്ചൊരു നന്ദി പ്രകടിപ്പിക്കൽ മാത്രമായിരുന്നു നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഉദ്ദേശം. അതൊരു സാമാന്യ മര്യാദയല്ലേ, സത്യമല്ലേ? അതിനിടയിൽ എന്തിനാ ഇങ്ങനൊരു മതസ്പർദ്ധ? കോട്ടയം മണ്ണാർക്കാട് പള്ളിയിലെ 8 നോയമ്പിനെ കുറിച്ച് അറിയാത്തവരെ ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ 8 ദിവസത്തെ നോമ്പെടുക്കുന്ന ഒരു ഹിന്ദുവാണ് ഞാനെന്ന് പറഞ്ഞൊരു ഹിന്ദുവാണ് ഈ കമൻറ്റ് ഇട്ടേക്കുന്നത്. എന്നെപ്പോലെ പതിനായിരങ്ങളാണ് മതം പോലും നോക്കാതെ ആ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ദൈവങ്ങൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത് നമ്മൾ മനുഷ്യരാണ്. അങ്ങനെയൊന്നുമില്ല, അതൊരു പ്രപഞ്ചശക്തിയാണെന്ന് വിശ്വസിച്ച തീരാവുന്ന പ്രശ്നമേ ഇതിലുള്ളൂ. എൻ്റെ എളിയ ചിന്താഗതിയും അഭിപ്രായവുമാണിത്. തെറ്റാണെന്ന് തോന്നുന്നവർ ക്ഷമിക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, അവർ പള്ളിക്കാർ വിട്ടുകൊടുത്ത പള്ളിവക സ്ഥലത്ത് അറേഞ്ച് ചെയ്ത സ്റ്റേജിലിരുന്നാണ് പാടിയത്. അമ്പലത്തിൻ്റെ അകത്തല്ല പാടിയത്, മൂർത്തിയുടെ മുന്നിലല്ല ഇരുന്ന് പാടിയത്. അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് അവിടെ അവർക്ക് പ്രോഗ്രാം നടത്താൻ സ്ഥലമില്ലാതിരുന്നിട്ടും അവിടെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ പോയ ഈ നന്ദഗോവിന്ദം ഭജൻസ് ടീം അവർ പുറത്ത് പള്ളി നൽകിയ സ്ഥലത്ത് അവിടെയുള്ള ആ ഒരു സ്റ്റേജിൽ കൊണ്ട് പാടുകയും അവസാനം ഇതിന് ആ പള്ളിക്ക് ഈ ഒരു സ്ഥലം വിട്ടു നൽകിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് ആദര സൂചകമായി അവരുടെ നന്ദി സൂചകമായി ഒരു പാട്ട് പാടിയതിനാണ് അവിടെ ഇതൊക്കെ പറയുന്നത്. പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇത് മുസ്ലിം പള്ളിക്കകത്തത് ഇത് പാടാൻ സമ്മതിക്കുമോ? ക്രിസ്ത്യൻ പള്ളിക്കകത്തത് പാടാൻ സമ്മതിക്കുമോ? ക്രിസ്ത്യൻ പള്ളികളുടെ അകത്തും ചില സ്ഥലങ്ങളിൽ ഇതുപോലെ പാട്ടുകളും മറ്റുള്ള കാര്യങ്ങൾ ഹിന്ദു സോങ്ങുകളൊക്കെ പാടാറുണ്ട്. അറിയുന്നവരാണ് നമ്മളെല്ലാവരും, അറിയാത്തവരൊന്നും അല്ല. ചില പ്രാദേശികമായ ചില സ്ഥലങ്ങളിലൊന്നും ഇങ്ങനൊരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. എന്നാൽ പൊതുവിൽ നോക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം ശരിയാണ്. അമ്പലത്തിൽ ഇതുപോലെ ക്രിസ്ത്യൻ പാട്ടുകൾ പാടിയതുപോലെ ക്രിസ്ത്യാനിയുടെ പള്ളിയിലേക്ക് കയറി പാടാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇപ്പോൾ ആ ഒരു സാഹചര്യമല്ലേ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ അല്ല നടന്നിരിക്കുന്നത്. മനസ്സിലാക്കൂ, ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നവർ ഇന്നലെ വരെ
അവരുടെ പ്രോഗ്രാം നടത്തിയിരുന്നത് അമ്പലങ്ങളിൽ തന്നെയാണ്. അവിടെ എവിടെയും അവർ ക്രിസ്ത്യൻ സോങ്സ് പാടിയിട്ടില്ല. അങ്ങനെ കോൺട്രവേഴ്സി ഇവിടെ ഇല്ല. അവർ ഇന്ന് അവർക്കൊരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഉദാരമായിട്ടുള്ളൊരു കാര്യം നടത്തി കൊടുത്ത ആ ഒരു പള്ളിക്കാരോട് അല്ലെങ്കിൽ ആ ഒരു ക്രിസ്ത്യൻ അവരോട് നന്ദി സൂചകമായ ഒരു പാട്ട് പാടി കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് അവർ. അവിടെയുള്ള എല്ലാവരും, അതിൻ്റെ കമ്മിറ്റിക്കാരും മറ്റുള്ള ടീംസും എല്ലാവരും അതിനെ അംഗീകരിച്ചതിന് ശേഷം സമ്മതിച്ചതിന് ശേഷമാണ് അവരത് പാടിയെന്നും കൂടെ ചിന്തിക്കണം. പള്ളിയിൽ ഇപ്പോൾ അടുത്ത ചോദ്യങ്ങൾ ഇതാണ്, പള്ളിയിൽ ഒരു ഹിന്ദു ഭക്തിഗാനം പാടിക്കാമോ? ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ ഭൂമി ഹിന്ദുക്കളുടെ രാജാക്കന്മാരല്ലേ പള്ളി പണിയാൻ കൊടുത്തെന്നൊക്കെ പണ്ടത്തെ കഥ പറയുന്നു. കെട്ടും നിറച്ച് ശബരിമലയിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ കയറുന്നത് എവിടെയാണ്? ബാവര് പള്ളി. അത് കഴിഞ്ഞ് ശബരിമലയിൽ ചെല്ലുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അടുത്തും ഉണ്ട് വാവർ. നമ്മൾ മലയാളി എല്ലാവരും അവിടെയും ഭക്തിയോടാണ് തൊഴുന്നതും. ഇത് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ ഭക്തിഗാനത്തിൻ്റെ പേരിൽ എന്തിനാണ് ഈ പോര് വിളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നു. ഇപ്പം പല ആൾക്കാർക്കും ഇതിനോട് തീരെ താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ ഭയങ്കരമായിട്ടാണ് ഈ നമ്മുടെ ഈ നന്ദഗോവിന്ദത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ റീസെൻ്റായിട്ട് ഇട്ടേക്കുന്നൊരു പോസ്റ്റ് ഇതാണ്, വിത്ത് റെസ്പെക്ട് ആൻഡ് ക്ലാരിറ്റി. അവർ ക്ലാരിറ്റിയോടൊരു കാര്യം പറയുന്നത് ഇതാണ്: ഞങ്ങളുടെ അടുത്തിടെ നടന്ന ഭജനയുമായി ബന്ധപ്പെട്ട ഒരു നിമിഷത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും വ്യക്തതയോടും ആദരവോടും കൂടിയാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പരിപാടി ഒരു ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. വിവിധ രീതികൾ നിരവധി ആളുകൾ പിന്തുണച്ച ഒരു സംരംഭം. അതിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. പൂർണ്ണമായും ഭക്തിഭാവത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ചത്, യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ. പരിപാടിയുടെ ഭാഗമായി സംഘാടകരുടെയും പ്രേക്ഷകരുടെയും അനുമതിയോടെ ഈ സംരംഭത്തിന് പിന്തുണ നൽകിയുള്ള ചെറിയ നന്ദി രേഖപ്പെടുത്തലായി ഞങ്ങളൊരു ഗാനം ആലപിച്ചു. ആരുടെയും വിശ്വാസങ്ങളെയോ വികാരങ്ങളെയോ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഇത് ആരെങ്കിലും അസ്വസ്ഥരാക്കിയിട്ടുണ്ടെങ്കിൽ ആ വികാരം ഞങ്ങൾ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു. നന്ദഗോവിന്ദം എപ്പോഴും ഭക്തി, ഐക്യം, സംഗീതത്തിലൂടെ ആളുകൾ ഒന്നാകുന്ന ആത്മാവ് എന്നിവയ്ക്കായി നിലനിൽക്കേണ്ടതാണ്. അത് മാറിയിട്ടില്ല. സംഗീതം നന്ദിയും ആദരവും ബന്ധവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായിരുന്നു ആ നിമിഷത്തിലെ പിന്നിലുള്ള ഏക ചിന്ത. എല്ലാവർക്കും ആദരവോടുകൂടി നന്ദഗോവിന്ദം എന്ന് പറഞ്ഞിട്ട് അവരിട്ടേക്കുന്നു. ഇതിലൂടെയാണ് തെറ്റ്. വിമർശിക്കുന്നവർ ഒരു സൈഡിൽ കൂടെ മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. ഇപ്പോൾ ഒരു പാട്ടും ഒരു അമ്പലത്തിൻ്റെ ഇത് കാര്യം മനസ്സിലായല്ലോ. അമ്പലത്തിൻ്റെ മൂർത്തിയുടെ അവിടെയോ അമ്പലത്തിൻ്റെ അകത്ത് നടന്ന പരിപാടിയല്ല, അത് പുറത്ത് നമ്മുടെ ഈ ക്രിസ്ത്യൻ പള്ളി നൽകിയിട്ടുള്ള ആ സ്ഥലത്തിരുന്നാണ് ഇദ്ദേഹം പാടിയത്. അത് അമ്പലത്തിന് വേണ്ടിയിട്ടാണ് പാടിയെന്നുള്ള കാര്യമാണ്. അവിടുത്തെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തിന് കൊടുത്തു എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും വിമർശനമായിട്ട് വന്നാൽ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ഭക്തിഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഭക്തിഗാനം പാടിയിരിക്കുന്ന ആരാ? നമ്മുടെ സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസ്. അദ്ദേഹത്തിന് നമ്മൾ മതത്തിൻ്റെ പേരിലും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കില്ല നമ്മൾ പറയൂ. നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് ഏതെല്ലാം തരത്തിൽ ഏതൊക്കെ കർഷകരാണ്, ഏതൊക്കെ മതത്തിൽ ജാതിയിലുള്ളവരാണ് എന്ന് നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്നു, ഒരു മരണം നടന്നു, ആ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച മനുഷ്യൻ്റെ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട് ആ അവയവങ്ങൾ നൽകിയ എത്രയോ ആൾക്കാർ, പല മതത്തിൽപ്പെട്ട ആൾക്കാർ, വേറെ മതത്തിലുള്ള ആൾക്കാർക്ക് പലർക്കുമായിട്ട് അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ നൽകിയ അച്ഛനമ്മമാരെക്കുറിച്ചും മറ്റു പല ആൾക്കാരെക്കുറിച്ചും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും മതത്തിനെക്കുറിച്ച് ഓർമ്മ വന്നു? നിങ്ങൾ ബ്ലഡ് ബാങ്കിൽ പോയിട്ടുണ്ടോ? ബ്ലഡ് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അറിയുകയും ചെയ്യാം. ബ്ലഡ് ബാങ്കുകളിൽ കൊടുക്കുന്ന ബ്ലഡുകൾ നമ്മൾ അത് സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ സ്വന്തം മതത്തിലുള്ള ആളുടെ ബ്ലഡ് തന്നെയാണെന്നുള്ള വാശി നമുക്കുണ്ടോ? നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരെല്ലാം നമ്മുടെ മതക്കാരെ തന്നെ ആയിരിക്കണം എന്നുള്ളതുണ്ടോ? ഒരു തുള്ളി വെള്ളം തരണമെങ്കിൽ നമുക്ക് നമ്മുടെ മതത്തിൽ തന്നെ ഉള്ളവർ തന്നാലേ കുടിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയും ബോധവും നമുക്കുണ്ടോ? വിശാലാർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഹിന്ദുവിൻ്റെ സ്ഥലങ്ങളിലേക്ക് മാത്രം ഇത് നടക്കും, ബാക്കിയുള്ളിടത്ത് നടക്കത്തില്ല. ഇപ്പം വ്യക്തമായില്ലേ? ആ ഒരു അമ്പലത്തിൻ്റെ അകത്ത് നടന്നൊരു കാര്യമല്ല, പുറത്ത് നടന്നൊരു കാര്യം. ആ സ്ഥലം വിട്ടു നൽകി ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്താൻ ഒരു സ്ഥലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആ ഒരു പള്ളിക്കാരോട് ചെയ്ത, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട്, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരോട്, ഞാൻ പോലും പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ മനുഷ്യരോട് കാണിച്ചൊരു നന്ദിയാണ് അവർ അത് ചെയ്തേക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഭയങ്കര രൂക്ഷമായ രീതിയിലാണ് ഇത് ഇവർക്കെതിരെ വരുന്നത് കേട്ടോ. ഓക്കെ, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അത് ആൾക്കാരുടെ വിമർശനമാണ്. ഇനി വേറൊരാളുടെ ഒരു പോസ്റ്റ് കുറച്ചുണ്ട്, സനൽകുമാർ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ. അപ്പോൾ അതും ഹിന്ദു ആണല്ലോ. തങ്ങളുടെ പ്രോഗ്രാം നടത്താൻ പള്ളി ഗ്രൗണ്ട് നൽകാമെന്ന് പറഞ്ഞ തങ്ങളുടെ പ്രോഗ്രാം പങ്കെടുക്കുവാൻ വരുന്നവർക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള പള്ളി ഗ്രൗണ്ട്. ഓക്കെ, കാർ പാർക്ക് ഇത്രയും ആൾക്കാർ വരുമ്പോൾ എന്തുമാത്രം കാറുണ്ടാവും? അത് പാർക്ക് ചെയ്യാനുള്ള പള്ളി ഗ്രൗണ്ടും അതിനുള്ള ഗ്രൗണ്ടും വിട്ടു നൽകിയ പള്ളി കമ്മിറ്റിയോടുള്ള നന്ദി സൂചകമായ നന്ദഗോവിന്ദം ഭജൻസ് ടീം അവരുടെ ഭജൻ പാടുന്നതിനിടെ ഒരു ക്രിസ്ത്യൻ ഭക്തികാരൻ പാടിയത് കേട്ടു. അതിഷ്ടമാകാതെ അവർക്കെതിരെ വാളെടുക്കുന്നവരോട്, അവിടെ ഈ മണ്ണിൽ പാട്ടുകളുടെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭായി. ഇവിടെ ഈ മണ്ണിൽ പാട്ടുകളുടെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭായി. ശബരിമലയിൽ അയ്യപ്പൻ ഉറങ്ങുന്നത് ക്രിസ്ത്യാനി പാടുന്ന പാട്ട് കേട്ടാണ്. ശരിയല്ലേ?
ഇന്നലെ ഞാൻ ഇന്ന് രാവിലെ ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് ഞാൻ അവസാനം ഹരിവരാസനത്തിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഞാൻ ആ ഹരിവരാസനം ആ വീഡിയോക്കകത്ത് പാടിയപ്പോൾ എനിക്കതിൻ്റെ അകത്ത് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഇന്ന് രാവിലെ ട്രിം ചെയ്തിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത്. ആ ഹരിവരാസനം പഠിക്കുന്ന ആരാ? ഹരിവരാസനം പഠിക്കുന്നത് ദാസേട്ടനാണ്. ദാസേട്ടൻ ഈ പറയുന്ന പറച്ചിലാണെങ്കിൽ ആരാ? ദാസേട്ടൻ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിൻ്റെ ആ മരക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ പമ്പയിലേക്ക് പോകുമ്പോൾ രാത്രി ആ അയ്യപ്പന് ഉറക്കപ്പാട്ട് അകത്ത് അമ്പലത്തിൻ്റെ അകത്ത് ഈ അവിടുത്തെ തന്ത്രിമാർ മറ്റേ അവരൊക്കെയാണ് പാടുന്നത്. പക്ഷെ പുറത്ത് പൂജാരികളൊക്കെയാണ് പാടുന്നത്. പുറത്ത് കേൾക്കുന്ന മുഴുവൻ ആ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം ഘന ഗാംഭീര്യത്തോടുകൂടി ദാസേട്ടൻ്റെ ശബ്ദത്തിലാണ് ആ ഹരിവരാസനം കേൾക്കുന്നത്. വീണ്ടും ഇനി അടുത്ത് രാമ ജാനകി ഓക്കെ രാമ ആ പാട്ട് ആരാ പാടിയിരിക്കുന്നത്? ആ പാട്ട് പാടിയിരിക്കുന്നത് ദാസേട്ടനാണ്. പക്ഷെ അത് എന്ന് എഴുതിയത് ജാനകി ജാനേ രാമ ജാനകി ജാന കഥനദാനം നാഹം ജാനെ എന്ന് പാടിയിരിക്കുന്ന ആ ഒരു പാട്ട് ദാസേട്ടൻ പാടിയെങ്കിൽ ആ പാട്ട് എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. അല്ല, അതിന് സംഗീതം നൽകിയിരിക്കുന്നത് നൗഷാദ് അല്ലേ? എൻ്റെ ശരിയാണെങ്കിൽ നൗഷാദ് എന്ന് പറയുന്ന ഒരു ഒരു ഹിന്ദുസ്ഥാനി ഒരു മ്യൂസിഷ്യൻ അല്ലേ നൗഷാദ് എന്ന് പറയുന്ന? അദ്ദേഹം മുസ്ലിം ആയിരിക്കണമല്ലോ എന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റാണ് തിരുത്തുന്നത്. ഇതിനെക്കുറിച്ച് അറിയുന്നവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ നമ്മുടെ ധ്വനി എന്നുള്ള സിനിമയ്ക്കകത്തുള്ള പാട്ടല്ലേ ഇത്? ജാനകി ജാനെ, മാനസ നിലയിൽ പൊന്നോളങ്ങളൊക്കെ അദ്ദേഹം ചെയ്ത സിനിമയല്ലേ? ആ ഒരു പാട്ടുകളല്ലേ അതൊക്കെ? അങ്ങനെയാണെങ്കിൽ ഈ ജാനകി ജാന എന്നുള്ള ആ ഒരു ഭാവത്തോടുകൂടി ആ പാട്ടിനെ സൃഷ്ടിച്ചത് നൗഷാദ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ തിരുത്തണം കേട്ടോ. അദ്ദേഹമാണെങ്കിൽ അത് ഉണ്ടാക്കി സൃഷ്ടിച്ചിട്ടുള്ളതൊരു മ്യൂസിഷ്യൻ, ഒരു മുസ്ലിം അല്ലേ? ആ പാട്ട് നമുക്ക് തന്നിരിക്കുന്ന വരികൾ എഴുതിയിരിക്കുന്നത്, ഇത്രയും മനോഹരമായിട്ടുള്ള സംസ്കൃത ശ്ലോകം പോലും എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരി അല്ലേ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ എന്ന ഇക്കാലത്തെ മികച്ചവരിൽ ഒന്നായ ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയ ആളുടെ പേര് KS ചിത്ര എന്നാണ്. ഓക്കെ. ശ്രീരാമനാമം ജപസാര സാഗരം, ശ്രീപാദ പത്മം ജനി മോക്ഷദായകം, സരയൂ നദി പോൽ തിരയിടും ആത്മാവിൽ, നാരായം എന്ന പാട്ടിന് ജീവൻ നൽകിയ ആളുടെ പേര് ജോൺസൺ മാസ്റ്റർ എന്നാണ്. അവിടെയും മതം പറയുകയാണെങ്കിൽ അവിടെയും മതത്തിൻ്റെ സംഭവമാണ്. കരുണാമയനെ കാവൽ വിളക്കെ കരിവിൻ നാളമേ അശരണരാകും ഞങ്ങൾക്ക് എവിടെ അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. അതെന്നെഴുതിയ മനുഷ്യൻ്റെ പേര് ഗിരീഷ് പുത്തഞ്ചേരി എന്നാണ്. ക്രിസ്ത്യൻ പാട്ടാണ് എഴുതിയത്. ഇതെല്ലാം മാറ്റണം. ഇനി മുതൽ ഒരു പാട്ട് എഴുതുന്നവനും പാടുന്നവനും സംഗീതം നൽകുന്ന ഒരേ ജാതിയും മതവും ആകണമെന്ന നിയമം കൊണ്ടുവരണം. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് പോലെ പാട്ടുകളുടെ മതം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. അതുവരെയും ഇവിടെ ഉള്ളവർ പാട്ടുകളിൽ പിന്നിലെ പേരുകളിൽ മതം ചികഞ്ഞ് പോകാതിരിക്കുന്നോട്ടെ. അതുവരെയെങ്കിലും ഇവിടുത്തുകാർ പാട്ടുകളിലെ ആ വരികൾക്കിടയിലെ മതവും ജാതിയും തിരയാതെ പാട്ട് ആസ്വദിച്ചോട്ടെ. നോട്ട്: കലയിലും കളിയിലും ജാതിയിലും മതവും തിരയുന്നവരോടും വെറുപ്പ് മാത്രം. വെറും വെറുപ്പ് മാത്രം എന്നൊക്കെ പറയുന്നു ഒരു കമൻറ്റ്. നല്ലൊരു പോസ്റ്റാണത്. ഇനി നിങ്ങളത് എങ്ങനെ കാണുമെന്ന് മാത്രം എനിക്കറിയത്തില്ല. നന്ദഗോവിന്ദം ഭജൻ ചിത്ര മാത്രം കൊടിയ പാവം ചെയ്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വാടേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ആ ഒരു സംഭവം കേട്ടത് മുതൽ ഇപ്പം ഒരു ഭക്തി വാരി വിതറുന്നവർ അല്ലേ? അവരുടെ ആ ഒരു ഭക്തിക്ക് എനിക്ക് വയ്യ. ഇതെന്താണ് നടക്കുന്നത് അല്ലേ? ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. നേരത്തെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഉണ്ട്. ഒരു പ്രത്യേക മതക്കാരെയൊക്കെ വെളുപ്പിക്കുന്നു, അല്ലെങ്കിൽ ചില മതങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മതത്തിൻ്റെ എക്സ്ട്രീം ലെവലിലേക്കൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. വിശ്വാസത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോയിട്ടുള്ള ഒരാളാണ്. അതിനകത്ത് നിന്നുള്ള പല കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പറയാം, മനുഷ്യനായിട്ട് നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് തിരിച്ചറിഞ്ഞ ഒരാളും കൂടിയാണ്. മനുഷ്യനാണ് എന്നുള്ള സംഭവം അതിന് മുമ്പും അതിന് ശേഷവും ഒന്നുമില്ല. മനുഷ്യൻ. ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ആർട്ടമിസ് ദൗത്യം ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് പോയ ചാന്ദ്ര ദൗത്യത്തിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ ആ ദൗത്യമൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മനുഷ്യലോകം, നമ്മുടെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ മനുഷ്യ കുലത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ റേസ്, നമ്മുടെ ഈ കുലം നിലനിൽക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഇവിടെ നിന്നും മറ്റ് ഗ്രഹങ്ങളിലേക്കൊക്കെ പോയി അവിടെ വാസയോഗ്യമാണോ എന്ന് പ്ലാനറ്റുകളെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ഇതും പറഞ്ഞുകൊണ്ട് ഇപ്പം ആ ഒരു ആർട്ടമിസ് ദൗത്യത്തിൽ തന്നെ ദൂരെ നിന്നെടുത്തൊരു ഫോട്ടോ കണ്ടായിരുന്നല്ലോ. നമ്മുടെ ബോൾ പോലിരിക്കുന്ന നീലഗ്രഹം അല്ലേ, മാർബിൾ പോലിരിക്കുന്ന നീല മാർബിൾ പോലിരിക്കുന്ന നമ്മുടെ ഈ നമ്മളെല്ലാവരും തമ്മിൽ മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരൊക്കെ പറഞ്ഞ് നിയാണ്ടർത്താലും അതിനു മുമ്പും അതിനുശേഷം ഒരു പൊതുപൂർവികയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ വന്ന് ഇത്രയും പരിണമിച്ചിട്ട് ഹോമോസാപ്പിയൻസ് ഈ കാലഘട്ടം നിലനിൽക്കുന്ന നമ്മൾ ഈ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആധുനിക മനുഷ്യരെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അടിക്കുന്നില്ലേ? ചിന്തിക്കണം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ആകാശത്ത് ഒരു ഗോളത്തിൻ്റെ അകത്ത് നിൽക്കുന്നു.
ഇതിനകത്ത് എല്ലാം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും അന്യോന്യം നമ്മൾ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താണ് ഓരോന്നും. അത് എല്ലാം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മുടെ വിശ്വാസങ്ങളാണ്, വിശ്വാസ പ്രമാണങ്ങളാണെങ്കിലും എല്ലാം. അല്ലാതെ ഇവിടെ ഒരാളും ഇന്ന് വരെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ദൈവങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. നമ്മുടെ രവിവർമ്മ സരസ്വതി ദേവിയുടെ പടം വരച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് സാരിയിലൊക്കെ വരച്ചേക്കുന്ന അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓരോ ദൈവങ്ങൾക്കും ബിംബങ്ങൾക്കും മറ്റുള്ള ഇപ്പം ക്രിസ്ത്യാനികളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ മറ്റുള്ള ഏതെങ്കിലും മതങ്ങളുടെ സംഭവം കൊണ്ട് എല്ലാ മനുഷ്യന്മാർ തന്നെയാണ് അതിനകത്തുള്ള ഒരു ബിംബത്തിനും ഒക്കെ ഇത് കൊടുക്കുന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മളാരും കണ്ടിട്ടില്ല ദൈവത്തിനെ, നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതിലൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ നിങ്ങൾക്ക് എങ്ങനെ വേണം വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെ മുറുകെ പിടിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്കെതിരെ അതൊരു ആയുധമാക്കി മാറ്റിയിട്ട് അവരെ നമ്മൾ അനാവശ്യം പറയുന്ന രീതിയിലേക്കൊക്കെ പോകുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നന്ദഗോവിന്ദം ഇന്നലകളിൽ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനകത്തും അവരിങ്ങനെ സംഭവം ചെയ്തിട്ട് നിങ്ങളുടെ അറിവിൽ പോലും ഇല്ല, നമ്മുടെ ആരുടെ അറിവിലില്ല. അപ്പോൾ അവർ ചെയ്തേക്കുന്നത് തെറ്റൊന്നുമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവർ ചെയ്തേക്കുന്നത് പള്ളിക്കാർ അവിടെ വിട്ടുകൊടുത്ത ആ ഒരു സംഭവം, ആ മനുഷ്യർ ചെയ്തതിന് ഒരു നന്ദി, പ്രത്യുപകാരം നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമില്ലേ? നമുക്ക് ഒരു നന്ദി ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചൊരു നന്ദി പറയുക എന്നുള്ള കാര്യം, അങ്ങനെ നന്ദി പറച്ചിലായിരുന്നു ആ ഒരു പാട്ട്. അതിനങ്ങനെ കണ്ടാൽ പോരെ? ഇനി സ്പർദ്ധ ഉണ്ടാക്കി ഇനി അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഇനി ഒരു അമ്പലത്തിൻ്റെ ഒരു ആരാധന ആലയത്തിൻ്റെ ഒരു പ്രോഗ്രാം അല്ല ഇത് മറ്റ് എന്തെങ്കിലും പലതരത്തിലുള്ള പണികൾ നടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള പല മതസ്ഥരുടെയും സ്ഥലങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉള്ളപ്പോൾ അവിടെ നടത്താൻ പറ്റത്തില്ല, നമ്മുടെ ഈ സ്ഥലത്ത് നടത്താൻ പറ്റത്തില്ല എന്ന് അവരും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടേക്കാണ് പിന്നെ കലുഷിതമായിട്ട് മാറി അടിയുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, വർഗീയ ലഹളകൾ ഉണ്ടാവുക. നമ്മുടെ നാട് വളരെ സമാധാനമായിട്ടേ പോകുന്നത്. നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഇതിനകത്ത് അവരും പറഞ്ഞു, അവരാരെയും വികാരത്തിനെ വ്രണപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല, അവരെയും വെറുതെ ആക്രമിക്കണമെന്നില്ല. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ബൈ.